UK-യിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലുമൊക്കെ ഇന്ത്യൻസിനെതിരെ വളരെയധികം വലിയ രീതിയിൽ സ്ട്രൈക്സ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും വിചാരിക്കുന്നു. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻസ് UK, അയർലാൻഡ്, ഓസ്ട്രേലിയ ഒക്കെ വിടുകയാണ്. അവരൊക്കെ അവരെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസ് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ UK, ഓസ്ട്രേലിയ, അയർലൻഡ് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട പല രാജ്യങ്ങളും ഒരുപാട് ക്രൈസിസ് നേരിടേണ്ടതായിട്ട് വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യക്കാരുടെ ഹോട്ടലുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കഫേകൾ, റെസ്റ്റോറൻറ്റ്സുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പല യൂറോപ്യൻ യൂണിയൻസിലും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ അവരുടെ രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം വിടുന്നതോടുകൂടി അവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ താമസിക്കാനോ ആളുകൾ ഉണ്ടാവത്തില്ല, വളരെ കുറയും. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക മാന്ദ്യം വളരെയധികം യൂറോപ്പ് വളരെയധികം ഒരു സാമ്പത്തിക ക്രൈസിസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇന്ത്യൻസിനെതിരെ ഇവർ വളരെ വലിയ രീതിയിലുള്ള സ്ട്രൈക്സും കാര്യങ്ങളും നടത്തിയിരിക്കുന്നത്. പക്ഷേ അവരും പറഞ്ഞിട്ട് കാര്യമില്ല, ചില ഇന്ത്യൻസ് അവിടെ കാട്ടിക്കൂടുന്ന കോപ്രായത്തരങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരുപാട് നഷ്ടങ്ങളുണ്ട്, അതൊക്കെ അവർക്ക് അറിയാം. എന്നിട്ടും ഇന്ത്യൻസിനെതിരെ ഇത്രയധികം അവർ രോഷകുലരാകുന്നതിനുള്ള കാരണം നമ്മളിൽപ്പെട്ട ചില ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, ബൈ.